ഇതേ നോക്കി ഇന്ന് കുറച്ച് പണി കൂടുതലാട്ടോ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സാധനമാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഇത് കണ്ടില്ലേ, ഞാൻ പറഞ്ഞില്ലേ കുറച്ച് പണിയാന്നേ. നല്ല മുളക് പൊടിയൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് പറഞ്ഞു തരാവേ. ഞങ്ങൾ എളുപ്പത്തിൽ നല്ല ചുവപ്പുള്ള മുളക് പൊടിയാണ്. അതിൻ്റെ ഇടയിൽ ഇന്നത്തെ പരിപാടി എന്താണെന്നല്ലേ, ബാ ഇതാ മക്കളെ നല്ല ചേമ്പ് നിൽക്കുന്നു. ഇതൊന്ന് പറിക്കട്ടെ കേട്ടോ. ഇതാണ്ടേ ചേമ്പൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതും കൊണ്ടൊന്ന് ഞാൻ വീട്ടിലേക്ക് പോട്ടെ, ബാക്കി പറയാം കേട്ടോ. അപ്പം ചേമ്പൊക്കെ പറിച്ച് വീട്ടിലെത്തി കേട്ടോ. ഇന്ന് കുറച്ചധികം പണി വേറെയും ഉണ്ട്. അതുകൊണ്ടാണ് ചേമ്പൊക്കെ പറിച്ച് വന്നത്. ചേമ്പ് ഇനി നന്നാക്കി എടുക്കണേ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ വേഗം എളുപ്പത്തിൽ കഴിയും, പെട്ടെന്ന് കഴിയുന്ന പരിപാടി കേട്ടോ. അപ്പോൾ ഇന്ന് കുറച്ച് വേറെയും പരിപാടികളുള്ളതുകൊണ്ട് ഇന്ന് എളുപ്പപ്പണിയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പം ചേമ്പൊക്കെ നന്നാക്കി എടുക്കാം കേട്ടോ. ചേമ്പ് നന്നാക്കുമ്പോൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് ഉമ്മച്ചീനെയായിരിക്കും. ഈ കപ്പ, ചേമ്പ്, കാച്ചിലൊക്കെ ഉമ്മച്ചിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുപോലെ അതേ ഇഷ്ടം കിട്ടിയിരിക്കുന്നത് റയാനാണ്. റിഹാൻ അത്ര വലിയ താല്പര്യമില്ല, പക്ഷേ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ കഴിക്കും. അല്ലാണ്ട് പുഴുങ്ങി കൊടുത്താലൊന്നും അവന് ഇഷ്ടമല്ല കേട്ടോ. റയാന് ഭയങ്കര ഇഷ്ടം. അതുപോലെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം കേട്ടോ. അപ്പോൾ ഇന്ന് വേറെയും കുറച്ച് പണികളൊക്കെ ഉണ്ട്. അപ്പം വിചാരിച്ചു വൈകുന്നേരത്തേക്ക് ഇന്ന് ചേമ്പ് ചെയ്തെടുക്കാമെന്ന്. പുഴുങ്ങൊന്നല്ല കേട്ടോ, വേറൊരു രീതി ചെയ്തെടുക്കാമെന്ന്. അപ്പോൾ ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞിട്ട് പിന്നെ കഴുകി വൃത്തിയാക്കിയ ശേഷം ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ. ചേമ്പിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് കുഞ്ഞതായിട്ട് അരിഞ്ഞെടുക്കണം. അപ്പം ഞാൻ ചേമ്പിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്ത് കുഞ്ഞതായിട്ട് അരിഞ്ഞിട്ട് ഇതുപോലൊരു ചട്ടിയിൽ വെള്ളം വെച്ച് തിളച്ച് വരുമ്പോൾ ഞാൻ ആ ചേമ്പ് അതിലേക്ക് കഴുകിയത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് വീട്ടിൽ നിന്ന് പറിച്ചത് കൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. വേഗം വേകും. അപ്പം വേഗം പണി എളുപ്പമാണ്. വേറെയും പണികളുണ്ട്, എളുപ്പപ്പണി എടുക്കുക, മടിച്ചിപ്പണി എന്നത്തെ. അപ്പോൾ ഇത് വേഗം എന്താ പറയുക, ഒന്ന് ഒരുവിധം വെന്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഉപ്പിട്ട് കഴിഞ്ഞ് ഒന്ന് തിളച്ചാൽ തന്നെ ഇത് വെന്തിട്ടുണ്ടാവും കേട്ടോ. കണ്ടില്ലേ, ഇതൊന്നിങ്ങനെ കുത്തുമ്പം തന്നെ, സ്പൂണിട്ട് കുത്തുമ്പം തന്നെ ഇതായി കഴിഞ്ഞ് ഇത് വെന്തു എന്നർത്ഥം. ഇത് കണ്ടില്ലേ, ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങോട്ട് എടുക്കട്ടെ. ചേമ്പ് പെട്ടെന്ന് തന്നെ നല്ല രീതിയിൽ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി വേണ്ട സാധനങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഒരു സ്പൂണോളം ഞാൻ മുളക് പൊടി എടുത്തിട്ടുണ്ട്, 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് കടുപ്പും അതുപോലെ തന്നെ ഉഴുന്നും കൊടുത്ത് വെച്ചിട്ടുണ്ട്, പിന്നെ കുറച്ച് പച്ചമുളക് കീറിയത്, അതുപോലെ തന്നെ നമ്മൾ കുരുമുളക്, ഉള്ളി, വെളുത്തുള്ളി ചതച്ചതുമായിട്ട് എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇടുന്നതനുസരിച്ച് ഞാൻ പറഞ്ഞുതരാവേ. അത് കഴിഞ്ഞൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ചട്ടി ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് കടുകും ഉഴുന്നുപരിപ്പും ഇട്ടിട്ട് പൊട്ടിച്ചു കൊടുക്കുക. ഇത് രണ്ടും പൊട്ടി വരുമ്പോൾ എന്താക്കണം, ഒരു 5-6 അല്ലി വെളുത്തുള്ളി ചതച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. വെളുത്തുള്ളി എന്തിനാണെന്നറിയോ, ചേമ്പിലും കപ്പയിലൊക്കെ ഇട്ട് കൊടുക്കുന്നത്, ചിലവർക്ക് ഇത് കഴിക്കുമ്പോൾ ഗ്യാസിൻ്റെ പ്രശ്നം വരും, ഗ്യാസ്, നെഞ്ഞെരിച്ചിലൊക്കെ. അപ്പോൾ ഈ വെളുത്തുള്ളി ഇട്ട് കൊടുത്താൽ ഗ്യാസിൻ്റെ ഒന്നും പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ. അപ്പം നമുക്കിത് വെളുത്തുള്ളി നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് നമ്മളെ കൊച്ചുള്ളി ആയാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ വലിയ ഉള്ളി ആയാലും കുഴപ്പമില്ല. വലിയ ഉള്ളി ആണെങ്കിൽ ഒരു അരമുറി വെള്ളുള്ളി മുറിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. കൊച്ചുള്ളി ആണെങ്കിൽ ഒരു 4-5 കൊച്ചുള്ളി മുറിച്ചിട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ടിത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണേ. എന്നിട്ട് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ മാത്രം ബാക്കിയുള്ള സാധനങ്ങൾ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇന്ന് എനിക്കിത് മാത്രമല്ല, കുറച്ച് മുളകൊക്കെ മല്ലിയൊക്കെ പൊടിക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ പരിപാടിയുണ്ട്. പിന്നെ വേറെയും കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. മുളക് പൊടിയൊക്കെ തീർന്നിട്ടുണ്ട്. അപ്പം പൊടി ഐറ്റംസ് ടൗണിൽ നിന്ന് മേടിക്കാറില്ല, ഞങ്ങൾ ഇവിടെ നിന്ന് തന്നെ ഉണക്കി പൊടിപ്പിക്കലാട്ടോ. അപ്പോൾ നമുക്കിത് നന്നായിട്ട് മൂത്ത് വരട്ടെ. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് ഒരു 3 പച്ചമുളക് ചെറുതായിട്ട് മുറിച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് പച്ചമുളകും കൂടി നമുക്കൊന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. മുളകും പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഒന്നും ഞാൻ പുറമേന്ന് ലൂസ് മേടിക്കാറില്ല. ഞങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ കഴുകി ഉണക്കിയിട്ട് പൊടിപ്പിക്കാറാട്ടോ. അതാവുമ്പോൾ നല്ലതാണേ. അപ്പം നമുക്കിത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചേമ്പായിക്കോട്ടെ കപ്പയായിക്കോട്ടെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമല്ലേ ഇത്. പക്ഷേ ഇപ്പം ചിലവർക്കൊന്നും ഈ കപ്പയും ചേമ്പൊന്നും കഴിക്കുമ്പോൾ ഗ്യാസിൻ്റെ, അതിനാണ് വെളുത്തുള്ളി ചതച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പം വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇനി ഇത് കഴിഞ്ഞ ശേഷം നമുക്കിതിലേക്ക് എന്താക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു 1/4 ടീസ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ. നിങ്ങൾ എടുക്കുന്ന ചേമ്പിനെ കണക്കാക്കി, നിങ്ങളെ എരിവിന് കണക്കാക്കിയിട്ട് മുളക് ഇട്ട് കൊടുക്കണം. അതുപോലെ തന്നെ ഞാനൊരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അതായത് അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ ഇല്ലേ, മുളകിൻ്റെയും മഞ്ഞൾപ്പൊടീൻ്റെയും ഒക്കെ, മുളകും പൊടിയും മഞ്ഞൾപ്പൊടീൻ്റെയും ഒക്കെ പച്ചക്കുത്ത് പോകുന്ന വരെ നമുക്ക് ഈ എണ്ണയിൽ ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് തീയൊക്കെ നന്നായി കത്തുന്നുണ്ട്. കുരുമുളക്
കുറച്ച് കുരുമുളക് പൊടിച്ചിട്ട് കൊടുത്തി കേട്ടോ. അമ്മിയിൽ നിന്നൊന്ന് ചതച്ചിട്ട് കൊടുത്തിയാണ്, നല്ല പൊടിയല്ല, ചതച്ചിട്ട് കൊടുക്കുക കേട്ടോ. അതെല്ലാം കൂടി ഒന്ന് നമുക്ക് നല്ല രീതിയിൽ മൂപ്പിച്ച് വരുമ്പോൾ നമുക്ക് വേവിച്ചിരിക്കുന്ന ഈ ചേമ്പിട്ടിട്ട് ഇതിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കാം മക്കളെ. ഇത് കഴിക്കുമ്പോൾ അടിപൊളിയായിട്ട്. ഇതും നമ്മളെ ഒരു കട്ടൻ കാപ്പിയില്ലേ, കാപ്പിയോ കട്ടൻ ചായയോ എന്തായാലും മതി. ഭയങ്കര സൂപ്പറാണ്, വൈകുന്നേരത്തെ കാര്യം അടിപൊളിയാട്ടോ, ഭയങ്കര ടേസ്റ്റും ആട്ടോ. ഇങ്ങനെയൊക്കെ വല്ലപ്പോഴും ഒക്കെ കഴിച്ച് നോക്കണം നീ. ഹോട്ടലിൽ കയറി സാൻഡ്വിച്ചും എന്താ പറയുക ബർഗറും പപ്സൊക്കെ കഴിക്കുമ്പോൾ ഇതും ഒന്ന് ഇറങ്ങി കഴിക്കണം നീ, ഭയങ്കര ടേസ്റ്റാണ്. പണ്ടുള്ള അമ്മമാർക്കറിയാം ഇതിൻ്റെയൊക്കെ ടേസ്റ്റ്. അപ്പം ഇത് ഇത്രയേ പണിയുള്ളൂ കേട്ടോ. കഴിഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ ഇന്ന് മടിച്ചിപ്പണി, ഇത് പെട്ടെന്ന് കഴിയും, അധിക പണിയൊന്നുമില്ല. മെനക്കേടാ, ഒരു 10-15 മിനിറ്റിനുള്ളിൽ സംഭവം കഴിയും. അടിപൊളിയായിട്ട് എന്താക്കും, നമുക്കിതുപോലെ ചേമ്പ് പുഴുങ്ങിയിട്ട് നമുക്കെടുക്കാം. അപ്പോൾ ഇത് കണ്ടോ ആയിട്ടുണ്ട്. അപ്പം ഞാനിന്ന് കാപ്പി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് കഴിച്ചിട്ട് അടുത്ത പരിപാടിയുണ്ട് മക്കളെ. ഞാൻ പറഞ്ഞില്ല ഇന്ന് കുറച്ച് പണിയുണ്ട്, അതുകൊണ്ട് ഇന്ന് കുറച്ച് മടിച്ചിപ്പണിയാണ്. പക്ഷേ മടിച്ചിപ്പണിയാണെങ്കിൽ മക്കളെ ഇതിൻ്റെ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ, ഭയങ്കര ടേസ്റ്റാണ്. ഈ കുരുമുളകും മുളകിലൊക്കെ കൂടി ഈ ചേമ്പെടുത്ത് കട്ടൻ ചായൻ്റെ കൂടെ കഴിക്കുമ്പോൾ എൻ്റെ പൊന്നും മക്കളെ. ഇനി കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഇറക്കാവേ, അടുത്ത പരിപാടി തുടങ്ങട്ടെ. അടുത്ത പരിപാടി എന്താണെന്നല്ലേ, നമ്മളെ വറ്റൽ മുളക്, ചുവന്ന മുളക്. അതുപോലെ തന്നെ ഞാൻ മുളക് പൊടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മുളകൊക്കെ താഴെ വീഴുന്നുണ്ട്, ക്യാമറ ഒരു കയ്യിലുണ്ട്. അപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ മുളകൊക്കെ നന്നായിട്ട് മേടിച്ച് കഴുകി ഉണക്കിയ ശേഷമാണ് പൊടിക്കുന്നത്. അപ്പം നന്നായിട്ട് കഴുകി എടുക്കണം. അപ്പോൾ ഇത് 2 സൈസ് മുളകും, അതായത് ചുവന്ന നമ്മളെ എരിവുള്ള മുളകും ഉണ്ട്, പിരിമുളകും ഉണ്ട്. അപ്പം നമുക്ക് കറി വയ്ക്കുമ്പോൾ എരിവും ഉണ്ടാവും, അതുപോലെ തന്നെ നല്ല കളറും ഉണ്ടാവും. രണ്ടും ഒരുമിച്ചിട്ട് പൊടിക്കും. അതുപോലെ തന്നെ നമ്മളെ പിരിമുളക് വേറെയും പൊടിച്ച് വയ്ക്കും കേട്ടോ, എരിവില്ലാണ്ട്. നമുക്ക് കുറച്ച് എരിവ് വേണം. അപ്പോൾ ഇത് 2 സൈസ് മുളകും നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഇതുപോലെ ഇട്ടിട്ട് നന്നായിട്ട് ഉണക്കണം കേട്ടോ. കഴുകിയിട്ട പാടും കൊണ്ടുപോകരുതേ, നന്നായിട്ട് വെയിലത്ത് ഉണക്കിയെടുത്ത ശേഷം നമുക്ക് എന്താക്കണം, ഇത് പൊടിക്കാൻ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഇതുപോലെ ഒരുമിച്ച് പൊടിക്കണം എന്നില്ലെങ്കിൽ രണ്ടും വേറെ വേറെ ആക്കിയിട്ടും പൊടിക്കാം കേട്ടോ. കണ്ടില്ലേ, നല്ല കളറും ഉണ്ട്, അതുപോലെ നല്ല എരിവും ഉണ്ടാവും കേട്ടോ. അതുപോലെ പിരിമുളക് വേറെ ഇട്ടിട്ട് പൊടിക്കണമെങ്കിൽ എരിവ് ഇഷ്ടമില്ലാത്തവർക്ക് പിരിമുളക് വേറെ പൊടിക്കുക, അതുപോലെ മറ്റേ എരിവുള്ള മുളക് വേറെ പൊടിക്കുക. പക്ഷെ കഴുകിയിട്ട് നന്നായിട്ട് ഉണക്കണം കേട്ടോ. ഞാൻ മഞ്ഞളും അതുപോലത്തെ നമ്മളെ മല്ലിയൊക്കെ ഇതുപോലെ വീട്ടിൽ നിന്ന് പൊടിച്ച് വെക്കലാട്ടോ. അപ്പം നിങ്ങളെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ. അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം. അപ്പം മക്കളെ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ, ലൈക്ക് അടിക്കണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പം എല്ലാവർക്കും ഒരുപാട് നന്ദി. വീണ്ടും കാണാം. ബായ്.